100 ഒട്ടകങ്ങളെ ഹദിയ ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കാനുള്ള ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 100 കുതിരകളെ ഹദിയ ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു അമലും കൂടെ പറഞ്ഞുതരാം. എന്നാൽ ഇത് കിട്ടാൻ, ഈ പ്രതിഫലം ലഭിക്കാൻ കുറേ സമയം മെനക്കെടണോ? അതിൻ്റെ ആവശ്യമില്ല. കുറഞ്ഞ സമയം മതി. കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് ഇത്രയേറെ വലിയ പ്രതിഫലം ലഭിക്കുന്ന അമൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അത് ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നാളെ മഹ്ശറിൽ സിറാത്തുൽ മുസ്തഖീം പെട്ടെന്ന് വിട്ട് കിടക്കണമെന്നല്ലേ? സിറാത്ത് എന്ന പാലം നമുക്കറിയാം, ഒരു മുടി 7 ആയി കീറിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് എന്നൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. അത്രയും നേർമയായ, മൂർച്ചയേറിയ ഒരു പാലം വിട്ട് കടന്നാലേ സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരും. എന്നാൽ ഈ പാലം വിട്ടുകിടക്കാൻ ഒരു വാഹനം നമുക്ക് ആവശ്യമാണ്. ആ വാഹനം തയ്യാറാക്കാൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമുണ്ട്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വലിയ നന്മകൾ ലഭിക്കുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടാനും ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് കിട്ടാനും പറ്റുന്ന ഒരു അമൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കേൾക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് പാഴായി പോകൂല. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലമ്മ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഉസ്താദെ പല വിഷമങ്ങളുമുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണേ, എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണേ എന്നൊക്കെ വിളിച്ചിട്ട് ആവലാതി പറയുന്നവർ, വേവലാതി പറയുന്നവർ, വിഷമങ്ങൾ പറയുന്നവർ, അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകൾക്കും നമുക്ക് കഴിയുന്ന പരമാവധി അമലുകളൊക്കെ ചെയ്തു കൊടുത്തതുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പെട്ടെന്ന് ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറേ ആളുകൾ വിളിച്ചിട്ട് ഉസ്താദേ ഞങ്ങൾ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്, കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടിയവർ, ജോലി ശരിയായവർ, കല്യാണം ശരിയായവർ, മക്കളെ ലഭിച്ചവർ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ലക്ഷക്കണക്കിന് കടങ്ങളുണ്ടായിരുന്ന സഹോദരങ്ങൾ പോലും ഉസ്താദെ കടം വീട്ടാനുള്ള വഴി തുറന്നു കിട്ടിയെന്ന് ഈ അടുത്ത് ഞാൻ പറഞ്ഞു. ഒരു സഹോദരി വിളിച്ചിട്ട് എത്രയോ ലക്ഷങ്ങൾ കടമുണ്ടായിരുന്നു, വീട്ടാനൊരു വഴിയുമില്ല, വീട്ടാനൊരു കല്യാണം ശരിയാ. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് എത്രയോ ലക്ഷങ്ങൾ കടമുണ്ടായിരുന്നു ഉസ്താദെ, അത് വീട്ടാനൊരു പരിഹാര മാർഗം, ഒരു മാർഗവുമില്ല, മുമ്പിൽ മരിച്ചാൽ മതി എന്ന ആ വക്കിലെത്തി നിന്നിട്ടും അവരുടെ കടം വീടാനുള്ള പരിഹാര മാർഗം അവർക്ക് തുറന്നു കിട്ടി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സന്തോഷമറിയിച്ച് അങ്ങനെ എത്രയെത്ര ആളുകൾ. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. പലരും വിളിച്ചു ഉസ്താദ് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന്, എന്തെങ്കിലും പരിഹാര മാർഗം വേറെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കും എത്രയും പെട്ടെന്ന് റാഹത്ത് നൽകുമാറാകട്ടെ. എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ വിളിച്ച് സംസാരിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് സമയം അനുസരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് സംസാരിക്കാവുന്നതാണ്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അമൽ, നമ്മുടെ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെട്ട് കിട്ടണം. ദുനിയാവിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടി ആഖിറം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതും നമുക്ക് വിഷയമാണ് അല്ലേ? ദുനിയാവൊക്കെ ഓക്കെ ആയി, ആഖിറം പോയി, അത് കാര്യമില്ലല്ലോ. അല്ലേ, ദുനിയാവ് മുഴുവൻ പോയി, ആഖിറം കിട്ടി എന്നാൽ നമുക്ക് മെച്ചമാണ്. ദുനിയാവിൽ പ്രശ്നം എന്ത് ചെയ്യാം, കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, അല്ലെ ദുനിയാവ് മൊത്തത്തിൽ നഷ്ടത്തിലായി. ആഖിറത്തിൽ നമുക്ക് കാര്യമായിട്ട് ലഭിച്ചു. എന്നാൽ അവിടെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം രക്ഷയാണ്. ഇനി ഒരാളെ സംബന്ധിച്ച് ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി, എന്നാലോ അയാൾക്ക് ഡബിൾ ഓക്കെയാണ്. ഇപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ദുനിയാവ് ഓക്കെയാണ്, ആഖിറവും ഡബിൾ ഓക്കെയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ദുനിയാവ് ഓക്കെയാണ്, ആഖിറവും ഓക്കെയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മഹത്തുക്കളായ മുൻഗാമികളെ നോക്കിയാൽ എത്രയോ ആളുകളുണ്ട്, ദുനിയാവും ആഖിറവും ഒക്കെ ആയ ആളുകൾ, എല്ലാം സക്സസ് ആയ ആളുകൾ. അത്തരത്തിൽപ്പെടുന്ന ആളുകൾ ഭാഗ്യശാലികളാണ്. അള്ളാഹു അത്തരത്തിൽ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. അപ്പോൾ അതിനുള്ള വഴി എന്താണ്? നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടാൻ. നമ്മൾ ഓരോ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി, ഓരോ വിഷയങ്ങൾ പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പല അമലുകളും നമ്മൾ ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്തു വെക്കാം, നമുക്ക് ആഖിറത്തിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ ചെയ്തു വെക്കണം. കാരണം എന്താണെന്നറിയോ, അവിടെ വിജയം ഓക്കെ ആയിക്കഴിഞ്ഞാൽ, അവിടെ നമ്മൾ പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ കാര്യം അള്ളാഹു അതിൻ്റെ പിന്നാലെ റാഹത്താക്കി തരും. അത് ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ കൃത്യമായി നിഷ്കരിക്കുന്ന ഒരാളാണ്, അയാൾക്ക് കടബാധ്യതകളുണ്ട്, ഓക്കെ, അയാൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അത് ഓക്കെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടങ്ങേറുകളുണ്ട്, മാനസിക ടെൻഷനുണ്ട്. എന്നാൽ ഈ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട അമലുകൾ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴികൾ അള്ളാഹു പെട്ടെന്ന് തുറന്നു കൊടുക്കും. പിന്നെ ചില പരീക്ഷണങ്ങളുണ്ടാവും, ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടായി പറയുന്നത്. ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്തിനാണെന്നറിയോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മായ്ക്കപ്പെടാൻ ഈ ഒരു പരീക്ഷണം കൊണ്ട് എന്ത് ചെയ്യും, അള്ളാഹു മായ്ച്ചു തരും.
അതായത് ഇപ്പോൾ ഒരു എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ കൈകാലുകൾ കൊണ്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ വന്നുപോയ തെറ്റുകൾ അത് മായിച്ചു കളയാൻ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹു ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലൊരു രോഗം നൽകുക, അല്ലെങ്കിൽ ഒരു കടബാധ്യത നൽകുക, എന്തെങ്കിലും ഒരു പ്രശ്നം തരിക, ഒരു ടെൻഷൻ നൽകുക. ഇത് നമ്മളിങ്ങനെ സഹിക്കുന്നത് കാരണമായിട്ട് എന്ത് ചെയ്യും? അള്ളാഹു ഈ പാപങ്ങൾ പുറത്തു തരും. ബാക്കിയോ നമ്മൾ ഉണ്ടാക്കി വെച്ചത് നമുക്ക് നാളെ ആഖിറത്തിലേക്ക് മെച്ചവുമാണ്. അപ്പോൾ പാപം പുറത്തു കിട്ടുകയും ചെയ്യും, നമുക്ക് അക്കൗണ്ട് നിറയുകയും ചെയ്യും. അപ്പം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലാഭം തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. മൻ സബ്ബഹ ലില്ലാഹി മിഅത മറത്തൻ, ആരെങ്കിലും ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ ചൊല്ലി. സുബ്ഹാനല്ലാഹ് 100 തവണ ചൊല്ലി എത്ര സമയം വേണം? 5 മിനിറ്റ്, അത്ര തന്നെ വേണ്ടി വരില്ല. സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ ചൊല്ലാൻ ആരെങ്കിലും ഒരാൾക്ക് സമയം കിട്ടിയാൽ കുല്ല യൗമിൻ, എല്ലാ ദിവസവും 100 തവണ. നമ്മളിപ്പോൾ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാറുണ്ട്. 3 നിസ്കാരം എടുത്താൽ, ഇപ്പോൾ ദുഹർ, അസ്ർ, മഗ്രിബ്, ഓക്കെ, ഈ 3 നിസ്കാരത്തിന് ശേഷവും 33 തവണ വീതം ഇപ്പോൾ ഒരാൾ ചൊല്ലി എന്നാൽ തന്നെ 99ആയി. അപ്പോൾ മനസ്സറിഞ്ഞ് ഒരു 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് ആരെങ്കിലും ഒരാൾ ചൊല്ലി എല്ലാ ദിവസവും, എന്നാൽ അത് അഫ്ളലു മിമ്മൻ സാഖ മിഅത ബുദനത്തിൻ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുൽ ഹറമിലേക്ക്, പരിശുദ്ധമായ ബൈത്തുൽ ഹറമിലേക്ക് 100 ഒട്ടകങ്ങളെ തൊളിച്ചു കൊണ്ടുപോയി, അതായത് ആ ഹറമിലേക്ക് ഹദിയ ചെയ്തതിൻ്റെ പ്രതിഫലം അതിനേക്കാൾ അഫ്ളലാണ് എന്ത്? അതിനേക്കാൾ മികച്ചു നിൽക്കുന്നതാണ് 100 തസ്ബീഹ് ഒരാൾ ഒരു ദിവസം ചൊല്ലൽ. ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 100 തസ്ബീഹ് എത്ര പാടുണ്ടോ? വളരെ എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റൂലേ? അള്ളാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. ഒരു 10 തസ്ബീഹിൻ്റെ കൂടെ ചൊല്ലിക്ക് സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ 10 തസ്ബീഹ് ചൊല്ലി. ഇതുപോലെ ഒരു 10 തവണ ചൊല്ലിയാൽ 100 തസ്ബീഹ് നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും. ഇത് ചൊല്ലിയാലുള്ള ഗുണം എന്താ? ദിവസവും ഒരാൾ ഇത് ചൊല്ലുകയാണെങ്കിൽ 100 ഒട്ടകങ്ങളെ പരിശുദ്ധമായി മസ്ജിദുൽ ഹറമിലേക്ക് ഹദിയ ചെയ്തതിൻ്റെ പ്രതിഫലമാണ്. നമുക്ക് നമ്മൾ സാധാരണ അള്ളാഹുവിൻ്റെ പള്ളിയിൽ, നമ്മുടെ നാട്ടിലെ പള്ളിയിൽ എന്ത് ചെയ്തു? ഒരു ആട്ടിൻകുട്ടിയെ നേർച്ച കൊടുത്തു. ഉദാഹരണം പറഞ്ഞാൽ ഒരു ആട്ടിൻകുട്ടി എന്ത് ചെയ്തു? ഹദിയ കൊടുത്തു. എത്ര കൂലി ഉണ്ടെന്നറിയോ? വലിയ കൂലിയാണ്. എന്നാൽ മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന സ്ഥലം ഒരു നന്മ ചെയ്താൽ 1,00,000 നന്മയുടെ കൂലി കിട്ടുന്ന സ്ഥലമാണ്. ഒരു നന്മ ചെയ്താൽ 1,00,000 നന്മയുടെ കൂലി കിട്ടുന്ന സ്ഥലം. അവിടേക്ക് 100 ഒട്ടകങ്ങളെ ദിവസവും ഹദിയ ചെയ്തതിൻ്റെ കൂലി ഇങ്ങനെ കിട്ടുക. എന്തായിരിക്കും അപ്പോൾ ആ കൂലിയുടെ വലിപ്പം എത്രയായിരിക്കും? നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. അപ്പോൾ ഇനി നിസ്കാരശേഷമൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇനി അതിനായിട്ട് മെനക്കെട്ടിരിക്കാൻ സമയമില്ല എങ്കിൽ അതിന് മെനക്കെട്ടിരിക്കേണ്ട സമയമൊന്നുമില്ല. നമ്മൾ നിൽക്കുമ്പോഴും ഒക്കെ ചെല്ലാൻ പറ്റിയ സാധനമാണ് തസ്ബീഹ്. എപ്പോഴും വേണമെങ്കിലും ചൊല്ലാലോ, അല്ലേ? ഇനി കിടക്കുന്നതിന് മുമ്പാണെങ്കിലും ചൊല്ലിക്കൊണ്ട് കിടന്നാലും ഒരു വിഷയമില്ല. അപ്പോൾ ഇനി അതിന് പറ്റുന്നില്ല ഒരാൾക്ക്, എന്നാൽ എന്ത് ചെയ്യുക? നിസ്കാരങ്ങൾക്ക് ശേഷം എന്തായാലും 33 തവണ ചൊല്ലാൻ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? എനിക്ക് ഈ ഒരു പ്രതിഫലം കൂടി ലഭിക്കണം എന്നുള്ള നിയ്യത്ത് വെച്ചുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പോലും അറിയാതെ ആ എണ്ണം പൂർത്തിയായി പോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയോ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, പരിശുദ്ധമായ ദീനിൻ്റെ മാർഗത്തിൽ പോരാടുന്ന ശുഹദാക്കളുടെ ആ ഒരു പോർക്കളത്തിലേക്ക് ഒരാൾ എന്ത് ചെയ്തു? 100 കുതിരകളെ ഹദിയ കൊടുത്തു. 100 കുതിരകളെ എന്തിനു വേണ്ടി? യുദ്ധത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 100 കുതിരകളെ ഹദിയ ചെയ്തു. എത്ര പ്രതിഫലം ഉണ്ടാവും എന്നറിയോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിയിട്ട് അവിടുത്തെ സമ്പാദ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷവും എന്ത് ചെയ്തിട്ടുണ്ട്? യുദ്ധക്കളത്തിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്, ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂലി മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? 100 കുതിരകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹദിയ ചെയ്തു. എന്നാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലാതെ വേറൊരാൾക്കും അറിയില്ല, ഒരാൾക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. എന്നാൽ ഇനി മനസ്സിലാക്കണം, ഇനി ഒരാൾക്ക് ഇപ്പോൾ 100 കുതിരകളൊക്കെ കൊടുക്കുക, ഒരു കുതിര കൊടുക്കാൻ തന്നെ വെച്ചാൽ എത്ര സമ്പാദ്യം വേണം, അല്ലേ? സാധാരണക്കാരായാണ് നമ്മൾ, എന്നെ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നടന്നിരുന്നു വരും, അല്ലേ? 100 കുതിരയെ കൊടുക്കാന്ന് വെച്ചാൽ ഒരു നല്ല ആരോഗ്യവാനായ ഒരു കുതിരയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഹദിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സമ്പത്ത് വേണം, ഇല്ലേ? അപ്പം അത്യാവശ്യം വിലയുണ്ട് സാധനത്തിന്. 100 എണ്ണത്തെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല വില വേണം, നല്ല കൂലി കൊടുക്കണം, നല്ല പൈസ കൊടുക്കണം. എന്നാൽ അത് ദിവസവും കൊടുത്തതിൻ്റെ കൂലി ലഭിക്കാൻ ഒരാൾക്കിപ്പോൾ അത് കരസ്ഥമാക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ളൊരു വഴി ഹബീബായ നബി തങ്ങൾ പറയാം. വമൻ ഹമിദല്ലാഹ മിഅത തഹ്മീദ കാന അഫ്ളലു മിമ്മൻ ഹമല അലാ മിഅത്തി ഫർസിൻ ഫീ സബീലില്ലാഹി ബിസിർജിഹാ വലജ്മിഹാ. ഹബീബായ നബി തങ്ങൾ പറയാണ്, 100 കുതിരകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തൊളിച്ചതിൻ്റെ, കൊണ്ടുപോയതിൻ്റെ, കൊടുത്തതിൻ്റെ, സമർപ്പിച്ചതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് അതിനേക്കാൾ അഫ്ളലായ കൂലി 100 ഹംദ് ചൊല്ലുന്ന ആൾക്ക്, അൽഹംദുലില്ലാ ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുമെന്ന്.
അൽഹംദുലില്ലാ എന്ന് 100 തവണ. അപ്പോൾ നമ്മൾ ഈ ചൊല്ലുന്ന ദിക്റുകൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതയുണ്ട്. നമ്മൾ നിസാരമെന്ന് കരുതുന്ന ഈ ദിക്റുകൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതയുണ്ട്. ഇനി ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ ഈ 100 ഒട്ടകങ്ങളും കുതിരകളെയൊക്കെ കൊടുത്തതിൻ്റെ പ്രതിഫലം കിട്ടുന്നതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ ഈ ദിക്റുകളൊക്കെ കൃത്യമായി പരിഗണിക്കുകയാണെങ്കിൽ അയാളുടെ ഖൽബിന് അല്ലാഹു തുമഇനീനത്ത് നൽകും, അതായത് മനസമാധാനം നൽകും. മനസമാധാനം കിട്ടിയുള്ള ഗുണം എന്താ അറിയും? ടെൻഷൻ നീങ്ങി കിട്ടിയാൽ, അതായത് ഖൽബിൽ നിന്നും ഹമ്മ് നീങ്ങി കിട്ടിയാൽ അയാൾക്ക് പിന്നെ ഈ ദുനിയാവിൻ്റെ വിഷയങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരിടങ്ങേറുണ്ടാവില്ല. എനിക്ക് കടങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബേജാറാകേണ്ട ആവശ്യം വരില്ല. അത് വീട്ടാനുള്ള വഴികൾ തേടാൻ അയാൾക്ക് സമാധാനം കിട്ടും, ഇല്ലേ? നമ്മൾ കുറേ ടെൻഷൻ അടിച്ചുകൊണ്ട് കാര്യമില്ല. ഒരാളിപ്പോൾ എന്ത് ചെയ്യുക, കടം കുറേ ഉണ്ടെന്ന് കരുതിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുക, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അത് വീട്ടാനുള്ള വഴികളെ സംബന്ധിച്ച് ചിന്തിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അത് പെട്ടെന്ന് കൊടുത്തു വിട്ടാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ കുറേ ടെൻഷൻ അടിച്ച് മൂലയ്ക്ക് കുത്തിയിരുന്നുകൊണ്ട് കാര്യമില്ല. ശരീരത്തിനോട് ഇറങ്ങിയാറുണ്ടാവുമെന്നല്ലാതെ മാനസികമായി തളർന്നു, ശാരീരികമായി കൂടെ തളരുമെന്നല്ലാതെ വേറൊരു ഗുണം അതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ലതുപോലെ ചിന്തിച്ച് മനസ്സിലാക്കി എന്താണ് ഇത് വീട്ടാനുള്ള വഴി എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഇറങ്ങി തിരിച്ച് പരിശ്രമിച്ച് അത് തിരിച്ചു കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ കാര്യം റാഹത്തായി കിട്ടുക. അപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെയാണ്. ജോലിയില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരിക്കുക, അല്ലേ രോഗമാണെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരിക്കുക, അല്ല. ആ ടെൻഷൻ മാറി കിട്ടിയാൽ നമ്മുടെ ഖൽബിന് സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ദിക്റുകൾ കൈമുതലാക്കലോട് കൂടിയിട്ട് അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഖൽബിന് സമാധാനം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഖൽബിൽ ടെൻഷൻ നീങ്ങിക്കിട്ടും, ദുനിയാവിലെ റാഹത്ത് ലഭിക്കും. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നത് നമുക്കൊക്കെ അറിയുന്ന ഒരു ദിക്ർ തന്നെയാണ്, 2 ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. അത് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ പറഞ്ഞ അമൽ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കാം. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഒരാൾ സുബ്ഹാനല്ലാഹ് നമ്മൾ കൊടുത്തത് കാരണം, ഈ പറഞ്ഞു കൊടുത്തത് കാരണം എന്ന് ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനൊക്കെ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും നാളെ സ്വർഗ്ഗത്തിലേക്ക് ചേരാനുള്ള അമലായി സ്വീകരിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.